കേട്ടു. വഖല്ലലംതു നഫ്സി, ഞാനിതാ അക്രമം ചെയ്ത പാപിയാൻ. വജിഗ്തുക, ഞാൻ തങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. തസ്തഗ്ഫിറുലി, തങ്ങൾ എനിക്ക് മാപ്പിരക്കണം, തങ്ങൾ എനിക്ക് മാപ്പിരക്കണം. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഇത്ര ആണയിട്ട ശബ്ദത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഫനൂദിയ മിനൽ ഖബർ, ഖബറിന്റെ അകത്ത് നിന്ന് വിളി കേട്ടു. അന്നഹു ഖദ് ഗുഫിറ ലഹു, അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടിരിക്കുന്നു, പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഖദ് ഗുഫിറ ലക് എന്ന് ആരാ പറയുന്നത്? അള്ളാന്റെ റസൂലിന്റെ വീട്ടിലിരുന്ന് ഈ സംഭവം കാണുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയാരെ തൊട്ട് റിപ്പോർട്ടാണ്. ഹാഫിദുസ് സമആനി റിപ്പോർട്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ട് അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി ഇസ്തിശ്ഫാ നടത്തി വഫാത്തിന്റെ ശേഷം ചെയ്യുന്ന സംഭവങ്ങളെ വിമർശിക്കുന്ന 8-ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യ വരുന്നതിന്റെ 5 നൂറ്റാണ്ട് മുമ്പ് ഹദീസുകളിൽ വിവരിക്കപ്പെട്ട ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം കണ്ടുചെന്ന ഈ ഗ്രാമീണനായ സ്വഹാബിയുടെ എല്ലാ തൗഹീദും തകർന്നുവെന്ന് ലോകത്താരെങ്കിലും അഭിപ്രായപ്പെട്ട ഒറ്റപ്പെട്ട അഭിപ്രായമെങ്കിലും കാണാൻ കഴിയൂല. ഒരഭിപ്രായമല്ല. ഹാഫിദുസ് സമആനി തന്നെ മറ്റൊരു റിപ്പോർട്ട്, വഅൻ മുഹമ്മദ് ബിൻ ഹർബിനിൽ ബാഹിലി, മുഹമ്മദ് ബിൻ ഹർബിനിൽ ബാഹിലി എന്നവർ പറയുന്നു, അന്നഹു ഖാൽ ദഖൽതുൽ മദീന, ഞാൻ മദീനത്ത് വന്നു. ഫന്തഹൈതു ഇലാ ഖബറിൻ നബി, ഞാൻ നബി തങ്ങളുടെ ഖബറിന്റെ അരികിലെത്തി. ഫൈദാ അറാബിയ്യു യൂദു അലാ ബഈരിഹി ഫനാഖഹു വഅഖലഹു, ഒരു അറാബി വന്ന് തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അതിനെ കെട്ടിയിട്ടിട്ട് സുമ്മ ദഖല ഇലൽ ഖബർ, എന്നിട്ട് ഖബറിലേക്ക് വന്ന് ഫസല്ലമ സലാമൻ ഹസന വദഅ ദുആഅൻ ജമീല, നല്ല ദുആ, നല്ല സലാം. സുമ്മ ഖാൽ, എന്നിട്ട് അയാൾ പറയുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ജീവിതകാലത്ത് സഹാബി മുഴുവൻ പറഞ്ഞ വാക്ക് നബിയുടെ സവിധത്തിൽ വഫാത്തിന്റെ ശേഷം അതേ വാക്ക് തന്നെ ജീവിച്ചിരിക്കുന്ന വിധം സ്വഹാബി പറയുകയാണ്. ഗ്രാമീണനായ സ്വഹാബി വര്യൻ അല്ലെങ്കിൽ ഗ്രാമീണനായ ഒരു മുസ്ലിം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ഖസ്സക ബി വഹയിഹി വഅൻസല അലൈക കിതാബൻ വജമഅ ലക ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ വഖാല ഫീ കിതാബിഹി വഖൗലുഹുൽ ഹഖ് വലൗ അന്നഹും യളമൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിഭാഷ, അതേ ആശയം പറയാവുന്ന ഒരേ വാക്ക് ഇദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, വഖദ് അതൈതു മുഖിറൻ ബിദുനൂബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, ഞാൻ തങ്ങളെ കൊണ്ട് ഇസ്തിശ്ഫാ നടത്താൻ വേണ്ടി വന്നിരിക്കുന്നു ഇവിടെ തങ്ങളെ സവിധത്തിൽ. പാപിയാൻ, തെറ്റാൻ. ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. റബീഉൽ അവ്വൽ മാസം, നാളെ തൊട്ട് നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദിലെ വാക്യം, ഒന്നിച്ച് വിമർശിക്കപ്പെടുന്ന വാക്യം, ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ്, പാപത്തിനു മേൽ പാപം ഞങ്ങൾ ഇതാ പ്രവർത്തിച്ചിരിക്കുന്നു, എണ്ണമില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത പാപം. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ നബിയെ, എൻ്റെ യജമാനനായ നബിയെ, അങ്ങയിലേക്ക് ഇതാ അന്യായം പറയുന്നു എൻ്റെ പാപത്തെ ചൊല്ലി എന്ന്. നമ്മുടെ പാപത്തെ ചൊല്ലി നബിയെ വിളിച്ച് അന്യായം പറയുന്ന ഇതേ അന്യായം പറച്ചിലാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദികാല മുസ്ലിമീങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ പാപം ഇതാ അങ്ങയുടെ മുമ്പിൽ പറയുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, തങ്ങളെ കൊണ്ട് ഇസ്തിശ്ഫാ നടത്തുന്നു. വഹുവ മാ വഅദ്, അത് അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ, അത് സ്വീകരിക്കുമെന്ന്. സുമ്മൽ തഫത ഇലൽ ഖബർ, എന്നിട്ട് അദ്ദേഹം ഖബറിലേക്ക് തിരിഞ്ഞു. ഫഖാൽ, എന്നിട്ടൊരു വാക്ക്, യാ ഖൈറ മൻ ദുഫിനതി ബിൽ ഖാഇ അഅ്ളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു അൻതൻ നബിയ്യുൽ ലദീ തുർജാ ശഫാഅതുഹു ഇൻദ الصراط ഇദാ മാ സല്ലത്തിൽ ഖദമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹി العفاف وفيه الجود والكرم. മുഹമ്മദ് ബിൻ ഹർബിനിൽ ബാഹിലി തങ്ങൾ പറയുന്നു, ഈ മണ്ണിനടിയിലാണ് ആ നബിയുടെ അസ്ഥികൂടങ്ങൾ മുഴുവൻ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏതൊരു അസ്ഥികൂടത്തെ ഈ മണ്ണിൽ മറമാടപ്പെട്ടിട്ടുണ്ടോ മനുഷ്യരിൽ, അവരിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ളവരെ, ഫത്വാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു, ആ പരിശുദ്ധമായ അസ്ഥികളാൽ ഈ കുന്നുകളും ഒട്ടക്കുന്നുകളും ആകമാനം, ഈ മരുപ്രദേശങ്ങൾ ആകമാനം സുഗന്ധപൂരിതമായിരിക്കുന്ന നബിയെ, അൻതൻ നബിയ്യുല്ലദീ തുർജാ ശഫാഅതുഹു, അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ആശിക്കാൻ പറ്റും. ഇൻദ സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു, സിറാത്ത് പാലം കടക്കുമ്പോൾ കാലിടറാതിരിക്കാൻ അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നമ്മുടെ പ്രതീക്ഷ പുലർത്തുമാറാവട്ടെ. നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ കവിതകളും ലോകപ്രസിദ്ധമാണ്. ഈ ത്വായകളും നബി തങ്ങൾ വഫാത്തായതിനു ശേഷം നടന്നതാണ്. ഇതേ നടന്ന സംഭവത്തെ
ഇമാം ഇബ്നു സബ്ബാഗ് തന്റെ ഷാമിലിൽ നിവേദനം ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ തന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ 1461 ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാമ ഇബ്നു കസീർ ഹിജറ 8-ാം നൂറ്റാണ്ടിൽ വന്നവരാണെങ്കിലും ഇദ്ദേഹത്തിന്റെ സംഭവം ഉദ്ധരിക്കുന്നത് ഹിജറ 400കളിലുള്ള ഇബ്നു സബ്ബാഗ് എന്നവരെ തൊട്ടാണ്. അന്നു മുതൽ ഇന്ന് വരെ കിതാബുകൾ കെട്ടുക്കുന്ന ഈ പ്രത്യേക വാക്യങ്ങളും ഇസ്തിശ്ഫാഉം നമ്മുടെ ഇമാമുകൾ മാവറുദി ഇമാം ഹിജറ 450 മരണം, ഖാദി അബൂ ത്വയ്യിബ് ഹിജറ 450 മരണം. നോക്കണങ്ങൾ, ഹിജറ 8-ാം നൂറ്റാണ്ടിൽ 700കളിലാണ് ഇബ്നു തൈമിയ്യ ഇത് പാടില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഈ 700കളുടെ ആദ്യത്തിൽ വരുന്ന അദ്ദേഹത്തിന്റെ 3 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ട മഹാന്മാരാണ് നമ്മുടെ ഇമാമുകൾ മാവറുദി, ബഹുമാനപ്പെട്ട ഖാദി അബൂ ത്വയ്യിബ് എന്നിവരൊക്കെ. ഇത് സുന്നത്താണ്, ഇതേ കവിത ചൊല്ലൽ സുന്നത്താണ്, ഇതേ വാക്യങ്ങൾ ഉച്ചരിക്കൽ സുന്നത്താണ്. ഈ വാക്യങ്ങൾ ഉച്ചരിക്കൽ സുന്നത്താണെന്ന് നമ്മുടെ കിതാബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബ് 8-274 അദ്കാർ 206 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ, നബി തങ്ങളുടെ സ്വഹാബത്തിന് ശേഷമുള്ള താബിയുകൾ, താബിയുകൾക്ക് ശേഷമുള്ള താബിയുകൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാരെല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഇസ്തിശ്ഫാഇന്റെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം നടന്നിട്ടുള്ളതാണ്. ഈ കാലശേഷം നടന്നിട്ടുള്ളതായ പ്രാർത്ഥനകളെ സംബന്ധിച്ച് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നടന്ന ഇസ്തിശ്ഫാഇനെ സംബന്ധിച്ചാണ് നമ്മുടെ വഹാബി വിഭാഗത്തിന് പാടില്ല എന്ന് പറയാനുള്ളത്. ആ കാലശേഷം നടന്നത് ബർസഖിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ പറയാം, വഫാത്തിന്റെ ശേഷം നടന്നത് തെളിവില്ല. ഈ തെളിവുകളെല്ലാം ഉദ്ധരിച്ചത് നബിയുടെ വഫാത്തിന്റെ ശേഷമാണ്. നബിയുടെ വഫാത്തിന്റെ 3-ാം നാൾ മുതൽക്ക് സ്വഹാബികൾ തുടങ്ങി വെച്ച അനുസ്യൂതം സഹാബികളും താബികളും താബികളും ആ ഹറമിൽ അള്ളാന്റെ റസൂലിന്റെ ഹുജറ ഷരീഫെങ്കിൽ പോയി പറയുന്ന, ഇന്നും അത് പറയൽ സുന്നത്താണെന്ന് നബി ഇമാമുകളും രേഖപ്പെടുത്തിയതനുസരിച്ച് നമ്മളൊക്കെ പോയി പറയുന്ന ഈ ഇസ്തിശ്ഫാഇന്റെ വാക്യങ്ങൾ തിരുഹളറത്തിൽ പോയി നിന്ന് പറഞ്ഞാൽ, ഇന്ന് കയ്യുയർത്തി ഇത് പറഞ്ഞാൽ കയ്യിനടി കിട്ടും. കുറച്ചേരം നിന്ന് ദുആ ചെയ്താൽ നമ്മളെ നീക്കി വലിച്ചു കൊണ്ടുപോകും. വഹാബിസത്തിന്റെ ആളുകൾ, വഹാബിസത്തിന്റെ ശക്തികൾ, അവരെ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലുള്ള ആളുകളാണ് ഇതിൽ ശിർക്കാണ് എന്നും പറഞ്ഞു വരുന്നത്. ഇനി ഇവർ പറയുന്ന ഇസ്തിഗാസയുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനമല്ല ഇസ്തിആദ. ഞാൻ പറയാ, കിതാബു തൗഹീദുണ്ട് എൻ്റെ കയ്യിൽ. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ വിധാതാവ്, അതിന്റെ ശരിയായ അടിസ്ഥാനക്കാരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തൗഹീദ്. ആ തൗഹീദിലെ ആള് പറയുന്നത് ഇസ്തിഗാസ, ഇസ്തിആദത്ത്, ഇസ്തിആനത്ത് ഇതൊക്കെ ദുആയാണ്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിആദത്ത് ഇബ്നു കസീർ 369 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ഇസ്തിശ്ഫാ നടത്തുന്നതിനെ എതിർക്കുന്ന ഈ ആളുകൾ നബി തങ്ങളോടെന്ന് മാത്രമല്ല, നബി തങ്ങളുടെ കാലശേഷം മഹാത്മാക്കളോട് മുഴുവൻ നടന്ന ഇസ്തിആദത്ത് എന്ന് പറയുന്നതിനെയും ഇസ്തിഗാസയുടെ കൂട്ടത്തിലും ദുആയുടെ കൂട്ടത്തിലും പെടുത്തും. ആ ദുആയുടെ കൂട്ടത്തിൽ പെടുത്തുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലുള്ള ഇസ്തിശ്ഫാ അല്ലേ ഈ പറഞ്ഞോക്കെ. ഇങ്ങനെ പറയുന്നൊരു കൂട്ടരുണ്ട്, നബിനോടാവാം, വേറെ ആരോടും പറ്റൂല. ബദരീങ്ങളെ പറ്റൂല, മമ്പർത്തങ്ങളെ പറ്റൂല, ഫരീദൗലിയാനെ പറ്റൂല, വേറെ മഹാത്മാക്കളെ പറ്റൂല, നബിനോടാവാം. അങ്ങനെ ഒരു കൂട്ടർ ഈ തെളിവൊക്കെ പറഞ്ഞാലോ? അങ്ങനെ പറയുന്നവരുണ്ട്. ഷൗഖാനിയെ പോലുള്ളവരൊക്കെ തവസ്സുൽ ചെയ്യുന്നത് നബിയെ പറ്റി പറ്റും, നബിൻ്റെ ജാഹു കൊണ്ട് പറ്റും, മറ്റുള്ളവരെ പറ്റി പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. അത്തരം ആളുകൾ ശ്രദ്ധിക്കാൻ, ഇസ്തിആദത്ത് എന്ന ഒന്നുണ്ടല്ലോ, ആ ഇസ്തിആദത്തിന്റെ വാചകം ഖുർആൻ പഠിപ്പിച്ച എന്താ ഒന്ന് നോക്കി. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പടച്ചവനോട് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഇത് നമ്മളെ ചിലരൊക്കെ ദിക്റാക്കി ചെല്ലുന്നതാണ്. അള്ളാഹ് പറഞ്ഞതുമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മൂമിനീൻ 97-98 ആയത്താണിത്.